നമസ്കാരം. ഈ സിനിമയുടെ സംവിധായകൻ പപ്പൻ വളരെ പണ്ട് തന്നെ മദിരാശിയിൽ വന്ന കാലം മുതൽ എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്താണ്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് പപ്പൻ ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. അതിൽ വളരെ സന്തോഷമുണ്ട്. ഒരു ഗ്യാപ്പിന് ശേഷമൊക്കെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ കാലത്ത്. സിനിമയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ സിനിമ നന്നായിരിക്കുമെന്നാണ് എൻ്റെ ആദ്യം ഇറങ്ങിയ സോങ് കാണുമ്പോൾ തോന്നുന്നത്. വളരെ നന്നായിട്ട് പപ്പനത് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ, മോശം പുതിയ ആൾക്കാരാണ് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു ആൾക്കാരെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ വളരെ നല്ലൊരു നിർമ്മാതാവിനെയാണ് പപ്പന് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹം ഈ സിനിമയിൽ ആദ്യം മുതൽ അവസാനം വരെ അദ്ദേഹത്തോടൊപ്പം നിൽക്കുകയും ഒരു നല്ല സിനിമയ്ക്ക് വേണ്ട പിൻബലം കൊടുക്കുകയും ചെയ്തൊരു നിർമ്മാതാവാണ്. അദ്ദേഹത്തെ പോലുള്ള നിർമ്മാതാക്കൾ മലയാള സിനിമയ്ക്ക് എപ്പോഴും ആവശ്യമാണ്. അദ്ദേഹം ഇനിയും മലയാള സിനിമയ്ക്ക് ഇത് കഴിഞ്ഞും ഒരു കരുത്തായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഈ നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. വളരെയധികം സന്തോഷമുണ്ട് ഇങ്ങനൊരു വേദിയിൽ കുറച്ച് സമയം ചെലവഴിക്കാൻ കഴിഞ്ഞത്. ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്ന നിലയിൽ ഏതൊരു പുതിയ സിനിമയും എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും ആവേശവും പകരുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായ പപ്പൻ്റെ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഒരുപാട് സന്തോഷം ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത്. ഇപ്പം 2018 അവസാനം സിനിമ ചെയ്തത്. ഞാൻ എൻ്റെ പ്രൊമോ സോങ് കണ്ടു. വളരെ ഗംഭീരമായിട്ടൊരു പ്രൊമോ സോങ്ങോടുകൂടിയാണ് സിനിമ ലോഞ്ച് ചെയ്തത്. സിനിമയുടെ ഒരു എന്തായിരിക്കും സിനിമ എന്നതിൻ്റെ ഒരു വ്യക്തമായ ചിത്രം പ്രൊമോ സോങ് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്ന, അവർക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരുപാട് ആഘോഷിക്കുന്ന സിനിമയായിരിക്കും വയസ്സെത്രയായി 31 എനിക്ക് പൂർണ്ണ നിശ്ചയമുണ്ട്. എല്ലാവിധ ആശംസകളും, ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. 30 വയസ്സെത്രയായി 37 എല്ലാ ക്രൂ മെമ്പേഴ്സിനും, എല്ലാ ആക്ടേഴ്സിനും, പപ്പനും പ്രൊഡ്യൂസേഴ്സിനും, ബാക്കി എല്ലാവർക്കും ഒരിക്കൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. താങ്ക് യു. ഹലോ, നമസ്കാരം. മനോഹരമായൊരു വേദി, പ്രൗഢമായൊരു സദസ്സ്, ഒരുപാട് വേണ്ടപ്പെട്ടവർ മുന്നിലിരിക്കുന്നു. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി നടക്കുന്ന ഒരു പാട്ടുകാരനാണ്, എളി പാട്ടുകാരനാണ്. ഇങ്ങനെ ഈ ഒരു സിനിമയുടെ വയസ്സെത്രയായി ഇതിന് പരിചയമുള്ള ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അണിയറയിലും അഭിനയിക്കുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്. എന്നോട് പറഞ്ഞിട്ടുള്ള കുറച്ച് പാട്ടുകളായിട്ട് ഇങ്ങനെ ഇരിക്കാം എന്നുള്ളതാണ്. ഇത്തിരി കഴിഞ്ഞ് ഞങ്ങളുടെ സഹപ്രവർത്തകരെല്ലാം വന്നതിന് ശേഷം കുറച്ച് പാട്ടുകളായിട്ട് ഇരിക്കാം. എന്തായാലും ഇതിൻ്റെ ഓഡിയോ ലോഞ്ചിന്, ഈ പടത്തിന് എല്ലാ ആശംസകളും അറിയിക്കുകയാണ്. ഇതിൽ പ്രവർത്തിച്ച എല്ലാവരും അനുമോദിക്കുകയാണ്. പടം ഗംഭീരമാവട്ടെ. ഒരുപാട് സന്തോഷം. സംഭവം എന്താ വെച്ചാൽ, ഇവരുടെ ഒരു മാർക്കറ്റിംഗ് രീതി വളരെ ക്ഷമയോടുകൂടി എന്നെ തന്നെ ഒരു 3 പ്രാവശ്യമെങ്കിലും മിനിമം റിമൈൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഫംഗ്ഷൻ. അപ്പോൾ തന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, സാധാരണ ഒരു ഫംഗ്ഷൻ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ നമുക്ക് വാട്സപ്പിൽ വേണമെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ വന്നില്ല. ആ രീതിയിലുള്ള ഒരു സംഭവത്തിലാണ് സിനിമയുടെ മാർക്കറ്റിംഗ് പോകാറ്. പക്ഷേ ഒരാളെ ഇൻവൈറ്റ് ചെയ്യുന്നത് മുതൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വരെ ഇവരുടെ ഒരു ടീം വർക്കും, ഇവർ ടീമായിട്ട്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു, ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആരൊക്കെയാണാവോ ഒന്ന് സെപ്പറേറ്റ് പരിചയപ്പെടണം. അത്രയും മനോഹരമായ രീതിയിൽ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ടും എല്ലാ ആളുകളെയും ചെറിയതായാലും വലിയതായാലും അവരെ വലിപ്പ ചെറുപ്പമില്ലാതെ കൊണ്ടുവന്ന് ഇതിൻ്റെ ഒരു മുഖ്യധാരയിലേക്ക് എത്തിക്കാനും ഈ ടീം ചെയ്യുന്ന ഒരു വർക്കിന് ഞാൻ ആദ്യം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവരുടെ ആ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇപ്പോൾ തന്നെ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം. ഇത് കാണുമ്പോൾ നമുക്ക് സിനിമയിൽ എന്താണ് ഉള്ളത് എന്ന് കാണാനുള്ള വളരെ ഒരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്.
എൻ്റെ ഒരു വിശ്വാസം. ഞാനിത് നോക്കുമ്പോൾ വിചാരിച്ചു ഇത് നല്ലൊരു പടമാണല്ലോ, ഇത് നല്ല രീതിയിൽ ഇതിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്, അതുപോലെ ഓരോ ആളുകളെ ഇതിന് പ്രസൻറ്റ് ചെയ്യുന്ന രീതി എല്ലാം ഒരു എന്താ പറയുക, ഞാനൊരു പ്രൊഡ്യൂസറാണ്. അതിന് മാർക്കറ്റിങ്ങിനെ പറ്റി ഞാൻ എപ്പോഴും സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കാൻ ശ്രമിക്കും. എൻ്റെ അടുത്ത പടങ്ങളിൽ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് അതിൽ വളരെ മാതൃകാപരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആയിരിക്കും സിനിമയിലും ഇവർ അവലംബിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഒരു വൻ വിജയമാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.